അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാനമായ കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അഫ്ഗാൻ വാണിജ്യമന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ നിർണായക പ്രഖ്യാപനം വന്നത്. പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനുമായുള്ള സാമ്പത്തിക ബന്ധം ദൃഢമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇറാന്റെ ചബഹർ തുറമുഖം വഴിയുള്ള കടൽമാർഗവും ഡൽഹി, അമൃത്സർ എന്നീ നഗരങ്ങളിൽ നിന്നും അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലേക്കുള്ള വ്യോമഗതാഗതം പുനരാരംഭിക്കാനും ഇതോടെ ധാരണയായി. ഈ നീക്കത്തിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ചരക്ക് നീക്കത്തിനാണ് ഇന്ത്യ വഴിയൊരുക്കുന്നത്. ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ മേഖല പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരത്തിനും ഗതാഗതത്തിനുമായി ഇന്ത്യ പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഇത് ഉഭയകക്ഷി വ്യാപാരത്തിന് തടസ്സമുണ്ടാക്കിയെങ്കിലും പുതിയ തന്ത്രപരമായ കരാർ ഒപ്പുവെച്ചതോടെ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരമാകുമെന്നും വ്യാപാര ബന്ധം പൂർണ്ണ ശക്തിയോടെ പുനഃസ്ഥാപിക്കുമെന്നുമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനുമായി താലിബാൻ ഭരണകൂടം നിലവിൽ കടുത്ത സംഘർഷത്തിലാണ്. ഒക്ടോബറിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നടന്ന സംഘർഷങ്ങളെ തുടർന്ന് അതിർത്തി അടച്ചുപൂട്ടിയത് അഫ്ഗാന്റെ വ്യാപാര മേഖലയിൽ കനത്ത ഇടിവുണ്ടാക്കിയിരുന്നു. ഈ പ്രതിസന്ധിയിൽ അഫ്ഗാനിസ്ഥാന് $10 കോടി നഷ്ടമുണ്ടായതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വ്യാപാരത്തിനായി പാകിസ്ഥാനെ ആശ്രയിക്കരുതെന്ന് താലിബാൻ ഭരണകൂടം തീരുമാനമെടുത്തു. താലിബാന്റെ ഈ നിലപാടാണ് ഇന്ത്യക്ക് തന്ത്രപരമായ നേട്ടമായി മാറിയത്. നൂറുദ്ദീൻ അസീസി ഇന്ത്യൻ വ്യാപാരികളോട് അഫ്ഗാനിസ്ഥാനിലെ വിവിധ മേഖലകളിൽ പങ്കാളികളാകാൻ അഭ്യർത്ഥിച്ചു. ഖനനം, കൃഷി, ആരോഗ്യ സംരക്ഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഊർജം, തുണിത്തരങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിലാണ് പങ്കാളിത്തം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി നിരവധി പുതിയ ആനുകൂല്യങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.